മിഥുന മാസത്തിലെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ മിഥുന മാസത്തിലെ മിഥുന സംക്രമം സൂര്യൻ മിഥുന മാസത്തിലേക്ക് വരുമ്പോഴാണ് മിഥുന സംക്രമം നടക്കുന്നത്. അപ്പോൾ ആ മിഥുന സംക്രമം തുടങ്ങിയിട്ട് നമ്മുടെ ഈ 12 രാശിക്കാർക്ക് വരുന്ന മാറ്റങ്ങൾ, അതായത് ആ ഒരു മാസം മാത്രം ആ ഒരു മാസത്തിലെ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം മേടൻ രാശിയെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗവും കൂടി നിൽക്കുന്നതാണ് മേടൻ രാശി. മിഥുന മാസത്തിലേക്ക് സൂര്യസംക്രമം വരുമ്പോൾ മേടൻ രാശിക്കാർക്ക് അപ്പോൾ മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ വരിക. അപ്പം 3ലേക്ക് സൂര്യൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് 3 പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് എങ്കിലും, പക്ഷെ 3ാം ഭാവത്തിൽ നമുക്ക് ഈ ഗോചരാവസ്ഥയിൽ 3ാം ഭാവത്തിൽ വരുമ്പോൾ വളരെ ഇത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദോഷം അധികമായിട്ടല്ല, എന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. ഈ ഒരു മാസം 3 നമുക്ക് ആചാര്യഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ പിതൃക്കള്, അതായത് അച്ഛനമ്മ, അവർക്കൊക്കെ രോഗങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് സാധ്യതകളുണ്ട്. പിന്നെ 3 മനസ്സ് എപ്പോഴും അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ മിഥുന മാസമാണ്, ആ മിഥുന രാശിയിൽ ഉള്ളവർക്ക് ഭയങ്കര മനസ്സിനെ എപ്പോഴും അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഈ ഒരു മാസം വരാനായിട്ട് സാധ്യത ഉണ്ട് മേടൻ രാശിക്കാർക്ക്. അപ്പൊ അവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അച്ഛനെ പ്രത്യേകിച്ച് നന്നായിട്ട് വല്ല രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക, അവരെ നന്നായിട്ട് പരിചരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിതൃക്കൾക്ക്, അതായത് നമ്മുടെ പിതാവ്, മാതാവ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്ന ദുരിതങ്ങൾ അതാണ് കൂടുതലായിട്ട് ഇതിൽ ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഭാവത്തിൽ നമ്മുടെ മനസ്സിന് വരുന്ന ടെൻഷൻ, അതുണ്ട്. സഹോദര തുല്യനായിരിക്കുന്നവർക്കോ അങ്ങനെയുള്ള ആപത്തുകളോ ഒക്കെ ഉണ്ടാവാനായിട്ട് ഈ മേടൻ രാശിക്കാർക്ക് ഇതുണ്ട്. പിന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ആ മാസത്തിൽ നമുക്ക് ഈ ഒരു സൂര്യന്റെ 3 ദോഷം ഇല്ലാതെ 2ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, അതൊക്കെ ഒരു നല്ലതാണ്. 11 നമുക്ക് ശനി നിൽക്കുന്നുണ്ട്, പക്ഷെ 12 രാഹു ആണ്, അതൊക്കെ ശ്രദ്ധിക്കണം. ഈ മിഥുനത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ചൊവ്വ ലഗ്നത്തിലെത്തും. അപ്പോൾ അതൊക്കെ കുറച്ച് നാളുകൾക്ക് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ, അതായത് 1 മാസം 2 ആഴ്ച അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു മാസത്തിൽ മേടൻ രാശിക്കാർക്ക് ഈ 3ാം ഭാവത്തിലുള്ള സൂര്യനെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത്. അപ്പം നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അച്ഛനമ്മമാർക്കൊക്കെ വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും സ്വസ്ഥമായിട്ട് മനസ്സിന് നല്ല സ്വസ്ഥത കൊടുത്തുകൊണ്ട് പഠന വിഷയങ്ങളിലേക്ക് മുൻതൂക്കം കൊടുത്ത് അവർ പഠിക്കാനിരിക്കുകയും എക്സാമിനൊക്കെ പോകുമ്പോൾ മനസ്സിന് ഓവർ ടെൻഷൻ കൊടുക്കാതെ, ടെൻഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ. ആ 3 ആ സൂര്യൻ വരുമ്പോൾ നമുക്കൊരു ഇത്തിരി ടെൻഷൻ ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾക്ക് അനുകൂലാവസ്ഥ തന്നെയാണ് വ്യാഴവും ശനിയൊക്കെ തരുന്നത്. അപ്പം ആ ഒരു മാസം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോവുക. ആ ഒരു മാസത്തിൻ്റെ ശിവന്റെ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് സൂര്യന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. സൂര്യനും ചൊവ്വയ്ക്കും രാഹുവിനും കൂടിയിട്ട് ഒരു പട്ടും പൂജയൊക്കെ കൊടുത്ത് ആ ഒരു മാസം വളരെയധികം സൂക്ഷിച്ച് പോവുക. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഒറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അതാണ് ഈ മേടൻ രാശിക്കാർക്ക് മിഥുന മാസത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ മിഥുനം രാശി വരുമ്പോൾ, അതായത് അച്ഛനമ്മമാരെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കായാലും വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിക്കുക. അതൊക്കെയാണ് മേടൻ രാശിക്കാർക്ക് ചെയ്യേണ്ടത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 2ാം ഭാവത്തിലേക്കാണ് സംക്രമം വന്നിരിക്കുന്നത്. അതായത് മിഥുനൻ രാശി ഇടവത്തിൻ്റെ 2ൽ സൂര്യൻ വരുന്നത് വാക്കുകളെ സൂക്ഷിക്കുക, ധനപരമായ കാര്യങ്ങളെ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഭരണി കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകേരത്തിൽ അരയും ഭാഗമാണ് ഈ ഇടവൻ രാശിയിൽ നിൽക്കുക. അവരെ സംബന്ധിച്ച് അവർ 2ാം ഭാവത്തിൽ സൂര്യനാണ്. വാക്കുകളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വാക്കുകൾ വളർന്ന് ശ്രദ്ധിച്ച് പറയുക. ആ ഒരു മാസം വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ഭൃത്യന്മാരോട്, അതായത് നമ്മുടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ജീവനക്കാരോടൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു സമയമാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിങ്, ഊഹക്കച്ചവടം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. 2ലാണല്ലോ, 2ാം ഭാവമാണ്. അപ്പോൾ സൂര്യൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇൻകം ടാക്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അടയ്ക്കാനുള്ളവരൊക്കെ വേഗം അടയ്ക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാം ഭാവത്തെ ഗവൺമെൻറ്, അതായത് സൂര്യൻ രാജാവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വരുന്ന ഭീഷണികൾ അതൊക്കെ നമുക്ക് നേരിടും. അപ്പോൾ അതൊക്കെ ആ സ്റ്റോക്ക് മാർക്കറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇടവൻ രാശിക്കാർക്ക് വലിയ ദുരിതങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മാസം, അതായത് മിഥുന മാസം എന്നുള്ള മാസം വരുമ്പോൾ നമ്മൾ ഈ വാക്കിനെ ശ്രദ്ധിക്കുക,
നമ്മുടെ ടാക്സ് മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഊഹക്കച്ചവടങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് ഒക്കെ ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ നമുക്ക് അനുകൂലമാവുന്ന ഒരവസ്ഥകൾ ഇങ്ങനെ നോക്കി നോക്കി തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഒരു കർമ്മം നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ഭൃത്യന്മാരോട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവര് സ്റ്റാഫുകളൊക്കെ നമുക്ക് പിണങ്ങി പിരിഞ്ഞു പോകാനൊക്കെ ഈ ഒരു മാസം മതി എല്ലാ സ്റ്റാഫുകളും എങ്ങനെ ഇറങ്ങി പോകാനൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കർമ്മമാണ് മുഖ്യം. കർമ്മത്തിലൂടെയാണ് നമുക്ക് ധനഭാവം വരുന്നത്. അപ്പോൾ ആ സ്റ്റാഫുകളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ ഒരു മാസം ശ്രദ്ധിക്കണം. അതാണ് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് വാക്ക് നന്നാവാനായിട്ട് സരസ്വതി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വാഗ്ദേവതയാണ്, ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു ഗണപതി ഹോമം ചെയ്യുക. ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് മുട്ടിറക്കി പ്രാർത്ഥിക്കുക. പിന്നെ ശിവനെ, ഭൃത്യന്മാരാണ് നമുക്ക് ശനി എന്ന് പറഞ്ഞ ശനീശ്വരൻ ഭൃത്യനും ആവും, അതേപോലെ തന്നെ ന്യായാധിപനും ആവും. അപ്പോൾ ഈ ഗവൺമെന്റ് ആയിട്ട് വല്ല ടാക്സിന്റെ ഇടപാടുകൾ, വല്ല കോടതി കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ, നമ്മളൊരു വക്കീലിനെയൊക്കെ കാണുകയാണെങ്കിൽ കർമ്മത്തിൽ നിങ്ങളും കൂടി ഇൻവോൾവ് ആയി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു മാസം വളരെ നല്ലൊരു രൂപത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ശിവന്റെ അമ്പലത്തിൽ പോവുക, പിന്നെ മുന്നിൽ വിളക്ക് കൊടുക്കുക, ധാര കൊടുക്കുക. അതാണ് ഇടവൻ രാശിക്കാർ ചെയ്യേണ്ടത്. ഇനി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് മകേരത്തിലരയും തിരുവാതിരയും പുണർദത്തിൻ കാലും, ഇതാണ് മിഥുനൻ രാശി. അപ്പോൾ ആ മിഥുനൻ രാശിയിൽ തന്നെയാണ് നമുക്ക് സൂര്യൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ രാശിക്കാർക്ക് വലിയ ദുരിതമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാശിയിൽ തന്നെ സൂര്യൻ വന്ന് നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് 12ലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ഓൾറെഡി 12ാം ഭാവത്തിലാണ് വ്യാഴം. പക്ഷെ എന്നാലും 9ലെ ശനീശ്വരൻ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് സൂര്യദേവനെ നന്നായിട്ട്, സൂര്യനാരായണനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവന്റെ അമ്പലത്തിൽ പോവുക. 9ാം ഭാവാധിപതി കൂടിയാണല്ലോ ശനി. അപ്പോൾ ആ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭാഗ്യഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ഭാഗ്യങ്ങളും ഒക്കെ, ഒരു പുതിയ ജോലി, ഗവൺമെന്റ് ജോലി കിട്ടാനോ പ്രൊമോഷൻ കിട്ടാനോ ഒക്കെ സാധിക്കും. അപ്പം മിഥുനമാസത്തിൽ നിൽക്കുന്ന ആ മാസത്തിലുള്ള നക്ഷത്രക്കാർക്ക്, ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ആ ഒരു സമയം നല്ലതാണ്. അതിൽ ആ ശനീശ്വരനെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ശനിയാണ് നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പിതൃക്കളായിട്ടുള്ള സ്വത്തുക്കള്, പിന്നെ നമ്മുടെ കച്ചവടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക. മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. നിങ്ങൾക്ക് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യണം. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോകണം. ശിവനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് 9ാം ഭാവത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ മുഴുവൻ തരുന്നത് ശനീശ്വരനാണ്. അതുകൊണ്ട് തന്നെ ശനിയെ നന്നായിട്ട് ഭജിച്ച് കർമ്മത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു മാസവും വളരെ നല്ലതായിട്ട് നമ്മൾ വിചാരിച്ച പ്രൊമോഷൻ, കച്ചവടം, വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിലൊക്കെ ഈ ഒരു മാസം നന്നായിട്ട് പറ്റുന്നൊരു മാസമാണ് മിഥുനൻ രാശിക്കാർക്ക്. മിഥുനം കഴിഞ്ഞ് കർക്കിടക രാശിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുണർദത്തിന്റെ മുക്കാലും പൂയവും ആയില്യവും നക്ഷത്രവും കൂടിയതാണ് കർക്കിടക രാശി. ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് 12ലേക്കാണ് സൂര്യന്റെ സംക്രമം വന്നിക്കുന്നത്. അപ്പൊ 12ലെ സൂര്യൻ വരുന്ന വ്യയസ്ഥാനാണ്. അപ്പോൾ വ്യയം ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യാഴമൊക്കെ മാറി നല്ലൊരു സമയമാണെങ്കിലും ആ ഒരു മാസം, അതായത് ആ മിഥുനം എന്നുള്ള മാസം വരുമ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് മുഖരോഗങ്ങൾ, കണ്ണില് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ടെൻഷൻ കൂടുന്നു. 12ാം വ്യയാണ്. നമ്മൾ വിചാരിക്കാതെ തന്നെ കുറച്ച് വ്യയം വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അത് കർക്കിടക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കാം. അഷ്ടമത്തിലാണ് അവരുടെ ശനി. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയെ നന്നായിട്ട് ഭജിക്കുക. ശിവന്റെ അമ്പലത്തിൽ പോവുക. ശനീശ്വരനെ എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ വ്യാഴമൊക്കെ മാറിയത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പൊ കൂടുതൽ ലാഭം വരുമ്പോൾ നമ്മൾ എടുത്ത് ഓരോരോ കർമ്മ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മിഥുനമാസം വരുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു മാസം വളരെ സൂക്ഷിച്ചിട്ട് വേണം പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അത് കർക്കിടക രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക. ആ മിഥുനം എന്നുള്ള മാസത്തിൽ വരുമ്പോൾ സൂര്യൻ 12ലാണ്.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധനനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ രോഗാവസ്ഥകളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ബിസിനസ്സൊക്കെ കാര്യമാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ജോലിക്കാരാണെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട്, അതായത് നമ്മുടെ മേലാധികാരോട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും വേണം നമുക്ക് സംസാരിക്കാൻ. 2ാം ഭാവാധിപതിയായ സൂര്യനാണ് 12ൽ പോകുന്നത്. അപ്പം നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട്, അതായത് നമ്മുടെ മേലാധികാരികളുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചാൽ മാത്രമാണ് നമുക്ക് വ്യയം ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനു വേണ്ടി വാഗ്ദേവതയായ സരസ്വതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നന്നായിട്ട് ദേവി മാഹാത്മ്യ പുസ്തകം നന്നായിട്ട് ഭജിക്കുക. ആ ഒരു മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ആ 11ത്തെ വ്യാഴം തരുന്ന ഗുണങ്ങൾ അപ്പോഴും തന്ന് മുന്നോട്ട് പോകാനായിട്ട് കർക്കിടക രാശിക്കാർക്ക് സാധിക്കും. ഇനി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ മഖവും പൂരവും ഉത്രത്തിന്റെ കാലും ഇതാണ് ഈ രാശിയിൽ പെടുന്നത്. ഇവരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് മിഥുനൻ രാശിയിൽ സംക്രമം നടക്കുന്നത്. അപ്പോൾ ആ മിഥുനൻ രാശിയിൽ 11ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണ്. ആ സൂര്യനെ എപ്പോഴും നമുക്ക് 11 എന്നുള്ള ഭാവം നമുക്ക് ലാഭസ്ഥാനാണ്. അപ്പൊ ഈ ഒരു മാസം ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഇവിടെ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് ശനിയാണ്. ആ ശനീശ്വരനെ ശ്രദ്ധിക്കും വേണം. ശനി നിവർത്തിച്ചാലും ആ നിവർത്തിച്ച് തരുന്ന കർമ്മത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ലാഭസ്ഥാനത്തെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ സാധിക്കും. ഇവിടെ ശനി ഭൂമി കച്ചവടക്കാർക്കൊക്കെ നല്ലൊരു സമയമാണ്. അവര് ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്ത് നല്ല കച്ചവടങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് മിഥുന മാസത്തില്. അപ്പോൾ ആ ഒരു മാസം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. പിന്നെ അഷ്ടമത്തിൽ രോഗാവസ്ഥകൾ ഉണ്ട്. പക്ഷെ അഷ്ടമത്തിലെ രോഗാവസ്ഥകളൊക്കെ ഈ ഒരു വർഷം ഇങ്ങനെ രാഹു മാറിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഈ സൂര്യനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിഥുന മാസത്തിൽ സൂര്യസംക്രമം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭസ്ഥാനത്തേക്ക് വരുന്ന പണം ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ പകുതി അധികം ലാഭം. ഈ ഒരു മാസം ഭയങ്കര കച്ചവടമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അപ്പൊ അതൊക്കെ ഈ ഒരു മാസത്തിൽ നമുക്ക് സാധിക്കും. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് പുതിയൊരു ജോലി കണ്ടുപിടിക്കാനും ഈ ഒരു മാസത്തിൽ നന്നായിട്ട് പറ്റും. അത് നല്ല സാലറി ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ജോലി. ഇപ്പൊ വിദേശത്ത് വേറെ ജോലികൾ ശ്രദ്ധിച്ച് നടക്കുന്നവരാണെങ്കിലും ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ലൊരു ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വേല് വഴിപാട് എടുത്തു വെക്കുക. പിന്നെ ഗണപതിക്ക് തേങ്ങ മുട്ടറക്കി പ്രാർത്ഥിക്കുക. ഇതാണ്. പിന്നെ ശനീശ്വരന് നിവർത്തി സ്ഥാനത്താണ് ശിവൻ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ഇതാണ് ചിങ്ങൻ രാശിക്കാർ ചെയ്യേണ്ടത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്രയുടെ കാലും അരയും ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതില് കർമ്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. കർമ്മത്തിൽ സൂര്യൻ നല്ലതാണ്. 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക, ഗോചരാവസ്ഥയിലാണെങ്കിലും പെട്ടെന്ന് എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിസ്റ്റിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു നല്ല ജോലി കിട്ടാനും ഗവൺമെന്റ് ജോലി കിട്ടാനും, പിന്നെ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ഗവൺമെന്റിൽ നിന്നുള്ള അനുകൂല അവസ്ഥകൾ കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക്. അപ്പൊ ഈ ഒരു മാസത്തെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊരു എക്സാമിന് എഴുതാൻ പോവുകയാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മുന്നിലേക്ക് പോകാനുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് 7ാം ഭാവത്തിൽ രാഹുവാണ്. നിവർത്തിച്ച് തരേണ്ട ആള് രാഹുവാണ്. ആ വ്യാഴ ക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും രാഹുവിനെ ഭജിക്കണം. അതായത് നാഗത്താന്മാരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, രാഹുവിന് പൂജ കൊടുക്കുക. കേതു നമ്മുടെ കൂടെ തന്നെ കേതു നിൽക്കുന്നുണ്ട്. ഈ കന്നി രാശിയിൽ തന്നെയാണ് കേതു. അപ്പോൾ കേതുവിന് പട്ടും പൂജയും ഒക്കെ സമർപ്പിക്കുക. വ്യാഴത്തിന് ഭാഗ്യസ്ഥാനത്തുണ്ട്. അതിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയൊരു ബിസിനസ് പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഈ ഒരു മാസം നമുക്ക് സാധിക്കും. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അതായത് ഈ രാഹു ഒക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ ഒരു കർമ്മം പുതിയത് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ തട്ടകത്തുള്ള ദേവതകൾക്കൊക്കെ ഒരു പൂജയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സമയം തന്നെ ഈ കന്നിരാശിക്കാർക്ക് വരുന്നതാണ്. ഇനി തുലാരാശിക്കാരെ സംബന്ധിച്ച് ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവുമാണ്
തുലാരാശിയിൽ വരുന്നത്. അപ്പോൾ ഈ തുലാരാശിയിൽ വരുന്നത് 9ാം ഭാവത്തിലേക്കാണ് നമുക്ക് സൂര്യന്റെ സംക്രമം വരുന്നത്. അപ്പൊ 9ാം ഭാവം ഭാഗ്യഭാവമാണ്. അപ്പോൾ ആ ഭാഗ്യഭാവത്തിൽ ഒരു മാസം, കറക്റ്റായിട്ട് ഒരു മാസം നമുക്ക് ആ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതോ നമ്മുടെ മേലാധികാരികളിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഉയർന്ന വേറെ നമുക്ക് അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്ന ആചാര്യന്മാരിൽ നിന്ന് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമുക്ക് പുതിയ മേഖലയിലേക്ക് പോകാനും സാധിക്കും. പക്ഷെ ഇവരുടെ അഷ്ടമഭാവത്തിലാണ് വ്യാഴമെങ്കിലും ഇവരുടെ ഈ മിഥുനമാസം ഏറ്റവും നല്ല ശോഭന ഫലം തുലാം രാശിക്കാർക്ക് കിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സംസാരം വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആ അഹംഭാവം എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഈ തുലാരാശിക്കാര് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഒന്നും വേണ്ട, അല്ലെങ്കിൽ എല്ലാം എനിക്ക് പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബപരമായ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ രാശിയിൽ പെടുന്ന ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം ക്രയവിക്രയങ്ങൾ നടക്കും. അതായത് ആവശ്യങ്ങൾക്കൊക്കെ പൈസ ഇങ്ങനെ വരും, പക്ഷെ ഇങ്ങനെ നീക്കിയിരിപ്പ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഈ ഒരു മാസം മിഥുനമാസം നല്ലൊരു ഭാവത്തിലേക്ക് വരുന്നത്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട്. ഈ മിഥുനമാസം ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പദ്ധതികളൊക്കെ വെച്ചത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ തടസ്സങ്ങളോ വല്ലതൊക്കെ മാറ്റാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക, കടുമധുര പായസം കൊടുക്കുക, പിന്നെ ഗണപതിക്ക് ഒരു മുട്ടറക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് തുലാരാശിക്കാർ ചെയ്യേണ്ടത്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിന്റെ കാലും അനിഴവും തൃക്കേട്ടയും കൂടി നിൽക്കുന്ന രാശിയാണ്. ഇവരാണെങ്കിൽ അഷ്ടമഭാവത്തിലേക്കാണ് ഇവിടെ സൂര്യന്റെ സംക്രമം വരിക. അപ്പൊ അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യന് ഏറ്റവും ദോഷമുള്ള ഒരു ഭാവമാണ്. നമുക്ക് അപകടങ്ങൾ ആപത്തുകളൊക്കെ വരുന്ന ഭാവമാണ് അഷ്ടമം. അപ്പോൾ 7ാം ഭാവത്തിൽ അവിടെ വ്യാഴം ഉണ്ടെങ്കിലും ഈ ഒരു മാസം വളരെ സൂക്ഷിക്കണം. വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ്. പക്ഷെ ഇവിടെ 7ല് വ്യാഴാണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതെന്നാലും ഈ ഒരു മാസം വളരെ സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ പുതിയ പദ്ധതികളൊക്കെ ആയിട്ട് പ്രൊജക്റ്റൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിലും അത് സാങ്ഷൻ കിട്ടാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിന് പോയിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ഈ ഒരു മാസം കാത്തിരുന്നാൽ അടുത്തൊരു മാസത്തേക്ക്, അതായത് കർക്കിടക ആകുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അഥവാ എന്തെങ്കിലും ദേഷ്യത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും നിങ്ങൾ ഇത്തിരി വളരെ കൂളായി നിന്നുകൊണ്ട് സംസാരിച്ച് അതിനെ തീർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴും നമ്മുടെ എല്ലാ ഓർഡറുകളും സാങ്ഷൻ ഓർഡറൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ സൂര്യൻ ഈ ജാതകത്തിലാണെങ്കിലും ഗോചരത്തിൽ അഷ്ടമഭാവം ആവുമ്പോൾ നമുക്ക് ദോഷങ്ങളാണ്. ഇപ്പോൾ കോടതി കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ നൂലാമാല കേസൊക്കെ ഉണ്ടെങ്കിൽ അഷ്ടമത്തിൽ സൂര്യൻ വരുന്ന സമയം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് അവർ വളരെയധികം കെയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് ഈ മിഥുനമാസം. അപ്പം അതിനു വേണ്ടി നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, സൂര്യന്, അതായത് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് സൂര്യന് പട്ടും പൂജയും കൊടുക്കുക, സുബ്രഹ്മണ്യസ്വാമിക്ക് വേല് വഴിപാട് കൊടുക്കുക, ഗണപതിക്ക് ഒരു തേങ്ങയും മുട്ടിറക്കുക. എന്നിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാനും മേലാധികാരികളോടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു ഭാവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ധനുരാശിക്കാരായിട്ടുള്ളത് നമുക്ക് വരുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ കാലുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് സൂര്യൻ. 7ലേക്ക് സൂര്യസംക്രമം വന്നു മിഥുനൻ രാശി. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 7ലെ സൂര്യ നിവർത്തി സ്ഥാനമാണ്, നല്ലൊരു രാശിയിലേക്കാണ് വരുന്നത്. പക്ഷെ 7 എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവിൻ്റെ ഒരു ഭാവം കൂടി വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ അവർ തമ്മിൽ സ്വരച്ചേർച്ച ഇത്തിരി കുറവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ സ്ത്രീകളെ പ്രത്യേകിച്ച്, പുരുഷന്മാരും ശ്രദ്ധിക്കണം. അവരുടെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാവുന്ന ദോഷങ്ങളൊക്കെ കൂടി വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ പൊതുവെ അത്ര ദോഷമുള്ള സമയമൊന്നുമല്ല. സൂര്യൻ നല്ലതാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മേലാധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങളുടെ 3ലെ ശനി നിങ്ങളുടെ മനോബലം വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ മനോബലം വർദ്ധിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലായാലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനെന്നുള്ള ഭാവം അവിടെ വരും. അപ്പം ആ ഭാവത്തെയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഈ ഒരു മാസം. അപ്പോൾ നമ്മുടെ മേലാധികാരികളുടെ അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതാനായിട്ട് പോകുമ്പോഴും ഭഗവാനെ നന്നായിട്ട്, അതായത് കൃഷ്ണനെ നന്നായിട്ട് ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.
വിഷ്ണു ക്ഷേത്രത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സംരംഭം നമുക്ക് കിട്ടാൻ 7-ലെ നിവർത്തികാരകനായ സൂര്യൻ നമുക്ക് നിവർത്തിച്ച് തരുമ്പോൾ അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. ഒരു എക്സാം അല്ലെങ്കിൽ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശനി നമുക്കിവിടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹംഭാവം എന്നുള്ളൊരു ഭാവം വരുത്തുന്നുണ്ട് ശനീശ്വരൻ. അതൊന്ന് ശ്രദ്ധിക്കണം. അഹങ്കാരത്തെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് രുദ്രാഭിഷേകം കൊടുക്കുക, കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അഹങ്കാരം വരുമോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമോ, അതൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് നമുക്ക് ഈ ഒരു മാസം മനസ്സിൽ ഉണ്ടാവാം. കുറച്ചു നേരം മിണ്ടാതിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം ധനുരാശിക്കാർക്ക് നല്ലൊരു ഫലം കിട്ടുന്നതാണ്. ഇനി മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ മിഥുന മാസത്തിൽ ഇവർക്ക് വരുന്ന സംക്രമിക്കുന്ന സമയം 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം വരുന്നത് ഈ രാശിക്കാർക്ക് അത്ര നല്ല ശോഭന ഫലങ്ങളല്ല 6-ലെ സൂര്യൻ. പക്ഷെ എന്നാലും ഇവർക്ക് 2-ലെ ശനിയാണ്, 5-ലാണ് നമുക്ക് വ്യാഴം വന്ന് നിൽക്കുന്നത്. 6-ലേക്ക് ഈ ഒരു മാസം വളരെ സൂക്ഷിക്കണം. അപ്പോൾ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രുഭാവമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആപത്തുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു ഭാവം കൂടിയാണ് 6-ാം ഭാവം. അപ്പം അതുകൊണ്ട് അവിടെ ആ രാശി ബുധനാണ് ആ രാശിയുടെ നാഥൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല, ഓർമ്മക്കുറവിന് പെട്ടെന്ന് വരിക. അതുപോലെ നമ്മൾ വിചാരിച്ച കാര്യമാവില്ല നമ്മൾ വാക്കുകൾ കൊണ്ട് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ഒരു മിഥുന മാസത്തിൽ നമുക്കുണ്ടാവും ഈ മകരം രാശിക്കാർക്ക്. അപ്പം അവരെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർത്ത് വെച്ച കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഓർത്ത് തന്നെ പറയണം. നമുക്ക് ആ നേരത്തെ അത് കിട്ടില്ല പറയാൻ. അപ്പോൾ കിട്ടില്ലെങ്കിൽ പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സമയമാണ് നമുക്ക് ഈ മിഥുന മാസത്തിൽ വരുന്നത്. അപ്പോൾ തിരുവോണം, ഉത്രാടത്തിൻ്റെ മുക്കാല്, അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും കൂടിയിട്ടുള്ള ആ മകരം രാശിയുടെ ഇതാണ് പറയുന്നത്. അവർ പിന്നെ 2-ാം ഭാവത്തിലാണ് അവർക്ക് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനിക്ക് ആ വാക്കുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശനീശ്വരനെ നമ്മൾ പിന്നിലും മുന്നിലും വിളക്ക് ധാരയൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ശനിക്ക് സൂര്യനും ഒക്കെ പട്ടും പൂജയും കൊടുക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ ഈ മിഥുനമാണ് വലിയ സൂര്യൻ നിൽക്കുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ടെൻഷൻ കൂടുകയാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാസം വളരെ ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ കുടുംബപരമായ ദേവതകളെ പോയി കണ്ട് പിന്നെ തട്ടകത്തെ ദേവിക്ക് നമുക്ക് പറ്റത്തക്ക വഴിപാടുകൾ കൊടുക്കാം. സൂര്യനും ശനീശ്വരനും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ കൊടുത്ത് ഒരു മാസം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഇനി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് ഈ സംക്രമം നടക്കുന്നത്, മിഥുന മാസത്തിലെ സംക്രമം. 5-ലെ സൂര്യൻ നല്ലതാണ്, ആചാര്യഭാവമാണ് നമുക്ക്. അപ്പോൾ ആചാര്യഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ്. നമുക്കൊരു പുതിയ എന്താ പറയുക, ആചാര്യനെ കണ്ടെത്താനും പുതിയ ഉപദേശങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പുതിയ ഉപദേശങ്ങൾ നൽകാനൊക്കെ പറ്റുന്ന ഒരാൾ നമുക്ക് മുന്നോട്ട് വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ അതിനെ നന്നായിട്ട് ഒരാളെ കണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനൊന്നും നമുക്ക് അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഒരാളെ കണ്ടെത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു വഴിത്തിരിവ് മാറ്റങ്ങൾ ഉണ്ടാവാനൊക്കെ ഈ മിഥുനമാസത്തിൽ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതവർ നന്നായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉയർന്ന മേലുദ്യോഗസ്ഥന്മാർ നിന്നൊക്കെ നമുക്ക് നല്ല അനുകൂല അവസ്ഥകൾ കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് ജീവനക്കാരോ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിക്കാരാണെങ്കിലും പ്രമോഷൻ അങ്ങനെയുള്ളത് കിട്ടും. അതുപോലെ ഈ മാർക്കറ്റിങ് അങ്ങനെയുള്ള മേഖലയിലൊക്കെ നമുക്ക് 5-ലെ ആ സൂര്യൻ എപ്പോഴും കോൺഫിഡൻറ്റിനെ തരും. അത് പോയി കഴിഞ്ഞാൽ ശരിയാവും, നമ്മൾ അതിലേക്കാണ് പോകുന്നത്, അത് കറക്റ്റ് ആവും എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നന്നായിട്ട് പ്രാവർത്തികമാക്കുക. നമുക്ക് 7-ര ശനിയാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയം നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളതിനെ കളയാതെ സൂക്ഷിക്കുക. അപ്പോൾ ഈ കുംഭക്കൂറുകാർ അതിനെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ ദേവീക്ഷേത്രത്തിൽ പോവുക. അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുംഭത്തിൻ്റെ ഈ അവിട്ടവും ചതയവും പൂരോഷ്ടാദിയുടെ
കുറച്ച് ഭാഗവുമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ നന്നായിട്ട് ശനീശ്വരൻ ഭജിക്കണം. ലഗ്നത്തിൽ തന്നെ ശനിയുണ്ട്. അപ്പോൾ സ്റ്റാഫുകളോടൊക്കെ നന്നായിട്ട് പെരുമാറണം, കർമ്മത്തെ നന്നായി സൂക്ഷിക്കണം. എന്നിട്ട് നമുക്ക് പുതിയ പുതിയ ആചാര്യസ്ഥാനത്തോ അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ വരും ഈ മിഥുനമാസം, ഈ ഒരു മാസത്തിൽ. അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. അതിന് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അഭിഷേകം, പാലഭിഷേകം കൊടുക്കുക. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ പാലഭിഷേകം കൊടുക്കുന്നത് നല്ലതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം ഭാവത്തിലാണ് ഈ സംക്രമം വരുന്നത്, മിഥുന സംക്രമം വരുന്നത്. 4-ൽ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവം നമ്മുടെ കുടുംബമാണ്, കുടുംബക്ഷേത്രമാണ്, തറവാട്, കുടുംബക്ഷേത്രം. അപ്പോൾ ആ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ടുള്ളൊരു അധികാരങ്ങൾ കിട്ടും. അതായത് കുടുംബക്ഷേത്രത്തിലെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഏഴര ശനിയുടെ കാലഘട്ടമാണ്. ശനിയാണെങ്കിൽ നമുക്ക് ഓരോരോ ചുമതലകൾ തന്നുകൊണ്ടിരിക്കും. അതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുമതലകൾ ഏറ്റെടുത്താലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ആ ഭഗവാനെ, അതായത് ആ കുടുംബക്ഷേത്രത്തിലെ അധിപതിയോ അല്ലെങ്കിൽ ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ ഒരു അധികാരസ്ഥാനമോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അധികാരസ്ഥാനം കിട്ടുമ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കണം. അത് പറ്റും നിങ്ങൾക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യങ്ങളുടെ 3-ാം ഭാവത്തിലൂടെ വ്യാഴാണ് മനസ്സിനെ ടെൻഷൻ ഉണ്ടാക്കുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതൊക്കെ മുന്നോട്ട് തന്നെ പോകണം. ഒരു 10 പേര് അല്ലെങ്കിൽ 15 പേര് അടങ്ങുന്ന ഒരു സംഘമാവുമ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ മീനം കൂറുകാരെ സംബന്ധിച്ച് അവിടെ നമുക്ക് രേവതിയും ഉത്രട്ടാതി, രേവതി, പൂരോട്ടാതിയുടെ ഭാഗവും നിൽക്കുന്ന ഒരു രാശിയാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഏഴരശനി ഉണ്ട്. ഏഴരശനിയാണ്, 3-ൽ വ്യാഴം ആണ്. എങ്കിലും ഇങ്ങനെ ഒരു സ്ഥാനമാനം കിട്ടുമ്പോൾ നമ്മൾ വേണ്ട എന്ന് വെക്കുകയല്ല വേണ്ടത്, അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതും ശനി തരുന്ന ഒരു ഭാരമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടു നടക്കുക, അത് നമ്മുടെ കർമ്മവുമായി നന്നായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടു നടക്കണം. കുട്ടികളാണെങ്കിലും അപ്പോൾ ഒരു കമാൻഡിങ് പവറായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ചിലപ്പോൾ നോക്കാനായിട്ട് നമുക്ക് വരും. അതിനൊരു ഇത് വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവാതെ അയ്യോ എൻ്റെ ഏഴര ശനിയാണ് എനിക്കത് നടക്കില്ല എന്നൊന്നും തോന്നാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി അതൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് എന്നും നിങ്ങൾ ശനിയെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ന്യായാധിപനായ ശനീശ്വരനെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതേപോലെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ്റെ പവറുണ്ട് സ്വാമിക്ക്. ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, പാലഭിഷേകം കൊടുക്കുക, പഞ്ചാമൃതം കൊണ്ട് അഭിഷേകമുണ്ട്, വേല് എടുത്ത് വയ്ക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം നന്നായിട്ട് മുന്നോട്ട് പോകാനും ഏത് അധികാര സ്ഥാനങ്ങളിൽ നിന്നിട്ടാണെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഈ മീനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഈ ഒരു മാസത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും.